ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1917. ഇന്ന് മാർച്ച് മാസം 31-ാം തീയതി. ഈ ആണ്ടിലെ 90-ാമത്തെ ദിവസത്തിലെത്തി. എന്തുമാത്രം നിരാശയിലാണ് നമ്മൾ ഓരോരുത്തരും. കാരണമുണ്ട്. കാരണം ഒന്നും തന്നെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞൊന്നും വരില്ല. നിരാശ നമ്മളെ ഒടുവിൽ എത്തിക്കുന്നത് വിഷാദത്തിന്റെ തീരത്തിലാണ്. എത്ര പേർക്കറിയാം? അവിടെ നിന്ന് വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വിഷാദത്തിന്റെ നടുക്കടലിലാണ്. പിന്നെ രക്ഷയില്ല എന്ന് വെറുതെ പറയുന്നതല്ല. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. അവിടെ സുവിശേഷകൻ പരിചയപ്പെടുത്തുന്ന കൂനു പിടിച്ചൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ 18 വർഷക്കാലമായി രോഗം ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ, എന്നിട്ടും ദേവാലയത്തിൽ പതിവായിട്ട് എത്തുന്നു. പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലുമൊക്കെ സംബന്ധിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാവും. എന്താ, ദൈവത്തിന്റെ ഇടപെടലുണ്ടാവും, സൗഖ്യവും സ്വസ്ഥതയും കിട്ടും എന്നൊക്കെ. ചിലപ്പോ അതിനുമപ്പുറത്ത് ആ സ്ത്രീ എത്തിയിട്ടുണ്ടാവും. ഇത്രയും കാലമൊക്കെയായി സൗഖ്യത്തിനും സ്വസ്ഥതയ്ക്കുമൊക്കെ അപ്പുറത്ത് ഒരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ദേവാലയ പരിസരത്ത്, അവിടുത്തെ പ്രാർത്ഥനകളിൽ, ശുശ്രൂഷകളിൽ, ആരാധന. അത് മാത്രമാവാം ഒരുപക്ഷെ ആ സ്ത്രീയുടെ ലക്ഷ്യം. എന്തായാലും യേശു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു അവളെ കണ്ടു. വല്ലാത്തൊരു പ്രതീക്ഷയും പ്രത്യാശയും കൈമാറുന്നുണ്ട് ഏതൊരാളിലേക്ക്. യേശുവിന്റെ കണ്ണുകൾ ഓരോരുത്തരിലും പതിയുമ്പോഴാണ് വിടുതലും രോഗസൗഖ്യവും സമാധാനവും ഒക്കെ ലഭിക്കുന്നത്. സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും രോഗത്തിലും പ്രയാസത്തിലും പതിവായി പ്രാർത്ഥിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, ഒരുമിച്ച് കൂടാനായിട്ട് സാധിക്കണ്ടേ? ആരാധനയിലും പ്രാർത്ഥനയിലും ശരിക്കും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ആ മധ്യത്തില് ക്രിസ്തു യേശുവുണ്ട്. അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണമെന്നേ ഉള്ളൂ. ദേവാലയത്തിലുള്ള യേശുവിന്റെ ശ്രദ്ധ അവളുടെ മേൽ പതിച്ചു. യേശു അവളെ കണ്ടെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. നാം എവിടെയായിരുന്നാലും നമ്മെ കാണുന്നൊരു കർത്താവുണ്ട് കേട്ടോ. നാം എവിടെ എങ്ങനെയൊക്കെ ആയിരുന്നാലും അങ്ങനെ തന്നെ നമ്മളെ കണ്ടെത്തുന്ന കർത്താവിന്റെ കണ്ണുകളെ ധ്യാനിപ്പാനായിട്ട് ഈ നോമ്പിന്റെ നല്ല പുലരിയിൽ പകലില് സാധിക്കുമോ? ആരാധനയിൽ പങ്കെടുത്ത യേശുവിന്റെ കണ്ണുകൾ അവളെ കാണുക. കാണുക എന്നത് വെറുമൊരു നോട്ടമാവാം ഒരുപക്ഷെ നമുക്ക്. അല്ല കേട്ടോ, കുറെ കൂടി ആഴപ്പെട്ട ഒന്നാണ്. ഓരോ മനുഷ്യന്റെയും അവസ്ഥയും ആവശ്യവും ആഴത്തിൽ തിരിച്ചറിയുക എന്നതാണ്. ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ യേശു എന്നെയും കാണുന്നു. അങ്ങനെയൊരു ഉറപ്പും ബോധ്യവും വിശ്വാസവും ഒക്കെ ഞാനും കൂടെ ചേർത്ത് പിടിക്കണം പ്രാർത്ഥനയോടുകൂടി. ആമേൻ.